നമസ്കാരം. പാർട്ടിക്കുള്ളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കുന്ന ഇടതുപക്ഷം. അത്രയ്ക്ക് വലിയ കേന്ദ്ര സംവിധാനമാണ് ഇടതുപക്ഷം. പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാട്ടിലും മുകളിൽ. ഒരു പൊതു ഇടത്തിൽ വെച്ച് പാർട്ടിയെ കൊല്ലാക്കൊല ചെയ്യാൻ ഇടതുപക്ഷത്തിൻ്റെ ആരും ശ്രമിക്കില്ല. പക്ഷേ കീഴ്വഴക്കങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകൻ എത്തിയിരിക്കുകയാണ്. ജി സുധാകരൻ ജി, ഇടതുപക്ഷത്തിൻ്റെ പഴയ ഗർജിക്കുന്ന സ്വഭാവം. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നിടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിനെ വിമർശിക്കുകയാണ്. ചെറുതായൊന്നുമല്ല, വളരെ വലുതായി. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സഖാവ് പിണറായി വിജയനെതിരെയും ഓരോ കൊട്ടു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആ സംശയം ഉണ്ടാകാൻ കാരണം വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം MT വാസുദേവൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് രൂക്ഷമായ ചില വിമർശനങ്ങൾ നടത്തി. ഏകാധിപത്യത്തിന്റെ സ്വരമല്ല വരണം, അത് ജനസേവനത്തിൻ്റെത് കൂടിയാണെന്ന ഒരു ഓർമ്മപ്പെടുത്തലും താക്കീതും തലോടലും ഒക്കെ നൽകി MT എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ 30 സെക്കൻഡിലെ വർത്തമാനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കുഴലക്കം ചെറുതൊന്നുമല്ല. എല്ലാ വിഷയത്തിനെയും വിമർശിക്കുന്ന സജി ചെറിയാനെത്തുന്നു. മറുവശത്തുകൂടി ഇത്രയും കാലമായി മുഖ്യധാരാ മാധ്യമത്തിന് ഒന്നും മുഖം കാണിക്കാത്ത ജി സുധാകരൻ നേതാവ് തന്നെ പണ്ട് കായംകുളത്തെ തെരഞ്ഞെടുപ്പിന് പാർട്ടിക്കാർ പുറകീന്ന് കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് ഈ മഹാമുഖം. അവിടുന്ന് പിന്നെ MT ആയി. MTക്കെതിരെ രൂക്ഷ വിമർശനമായി. MT പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴൊന്നും അല്ല. അതായത് പിണറായി വിജയനെതിരെ താൻ രൂക്ഷമായ വിമർശനങ്ങൾ ഇതിനു മുമ്പേ നടത്തിയിട്ടുണ്ട് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. മാർക്സിസം പഠിക്കാതെ മാർക്സിസം വായിച്ചു പഠിക്കണം. അത് പറയാൻ MT വാസുദേവൻ നായർ പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇളക്കം. ഉടനെ കേരളത്തെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് മുൻകൂടി ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാം. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ ചീരിത്തമാണ്. പറയണമെന്നല്ല, ഇപ്പൊ പറയാനുണ്ടായത് എന്താ നേരത്തെ പറയുന്നേ? അതും ഒരു ഷോയാണ്, ആത്മാർത്ഥതയില്ലാത്ത. നിങ്ങൾ ആരെങ്കിലും MT വാസുദേവൻ നായർ ഞങ്ങളെ അത് പഠിപ്പിക്കാൻ വരണ്ട എന്നൊരു വാക്ക് കേട്ടോ? എനിക്ക് കേട്ടതുപോലെ തോന്നി, പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കാരണം സഖാവ് അങ്ങനെ പറയണേ. MT വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ടത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ കേൾക്കാതെ അതിൻ്റെ ഓഡിയോ കേൾക്കേ. അങ്ങനെ പല MT വാസുദേവൻ നായർ കൊച്ചുകുട്ടി പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കും. കാരണം നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ബാക്കി ഡീറ്റെയിൽസ് പറയാനല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യം പറഞ്ഞു. അമ്മേ മന്ത്രി ആരെ ടീച്ചറമ്മ ആരെ അമ്മ കേരളത്തില്ലല്ലോ. ടീച്ചറമ്മ ആരാ ശരി. ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേടിക്കില്ല. അയ്യോ, ടീച്ചറമ്മയല്ല, അമ്മ. എൻ്റെ അമ്മ. ടീച്ചറമ്മ എന്നൊരു പേരില്ലേ? ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ കൂടെ പറഞ്ഞിരുന്ന പേരല്ലേ ടീച്ചറമ്മ? ചിലപ്പോൾ സഖാവ് മറന്നുപോയതായിരിക്കും. ഒരമ്മയ്ക്കും അങ്ങനൊരു പേര് കേട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്തായാലും വേദികളൊക്കെ കയറി കിട്ടുന്നിടത്തെല്ലാം സ്വന്തം പാർട്ടിക്കാരെ കൃത്യമായി വിമർശിക്കുന്നുണ്ട് ജി സുധാകരൻ സാർ. സാറേ, ജി സുധാകരൻ സാർ ആയതുകൊണ്ട് സാറിന് കൊള്ളാം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അയ്യോ.